Guys, so welcome back to my YouTube channel. അപ്പോൾ കുറേ നാളത്തെ ശേഷം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടുകയാണ്. ഓൾമോസ്റ്റ് ഒരു 6 മാസമൊക്കെ എപ്പോഴേ കഴിഞ്ഞു. എന്തോ പറ്റുമെന്നറിയില്ല, ഭയങ്കര ബ്രേക്കായിരുന്നു. എനിക്ക് ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. രാവിലെ എണീറ്റു, രാവിലെ കിച്ചണിലാണ് ചോറായിട്ടോ. അപ്പോൾ പെട്ടെന്നെടുത്ത് വരാം, വീഡിയോ എടുത്തേക്കാമെന്ന്. ആൻഡ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് സിക്ക് ലീവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ജോലിക്ക് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് എടുത്തിട്ടുണ്ട്. കുട്ടികൾക്കൊന്നും മേലായിരുന്നു, ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഓമനാമ്മ ഇങ്ങോട്ട് കൊണ്ടുവന്നു കേട്ടോ. അവിടെ വലിയച്ഛൻ ആശുപത്രിയിലാണ്, സോ അവിടെ ആരും ഇല്ല. അപ്പോൾ ഞാൻ അമ്മേനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് എൻ്റെ റെഗുലർ റൊട്ടീൻസ് എല്ലാം കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ് ആണ്. അപ്പം അതോടൊപ്പം രാവിലെയും അടുക്കളയിലൊക്കെ കയറി അമ്മയ്ക്ക് കുളിക്കാനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എന്താ ഇവിടെ ഹാപ്പി. സോ ഇനിയിപ്പം തുടരെ വീഡിയോ ഇടണം എന്നാണ് എൻ്റെ ആഗ്രഹം. സോ ഐ ഹോപ്പ് എന്നെ കൊണ്ട് സാധിക്കും. അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ രാവിലെ ഞാൻ കട്ടൻ കാപ്പി ഇടാം കേട്ടോ. നമുക്ക് കോട്ടയംകാർക്ക് ഇതില്ലാണ്ട് ജീവിതമില്ല. പിന്നെ അടുപ്പിലാണ് ഇപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും, ചോറ് വെപ്പ്, വെള്ളം തിളപ്പിക്കലെല്ലാം. അപ്പോൾ കുളിക്കാൻ വേണ്ടിയുള്ള വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കാപ്പി ഇടുകയാണ്. ഞങ്ങളുടെ കാപ്പിയുടെ ഫ്ലേവർ എനിക്ക് എപ്പോഴും പറഞ്ഞോളൂ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കട്ടൻ കാപ്പി കുടിച്ചില്ല എനിക്ക് ജീവനില്ല. പിന്നെ ഓമനാമ്മ എണീറ്റ് വന്നപ്പോൾ ഓമനാമ്മയ്ക്ക് കുളിക്കാനുള്ള വെള്ളമാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അത് തിരിച്ചു കൊണ്ടുവെക്കും, വീണ്ടും അവിടെ വെള്ളം നിറച്ച് പിള്ളേർക്കുള്ളത് വെക്കും കേട്ടോ. അപ്പോൾ ഓമനാമ്മയെ കുളിപ്പിക്കാൻ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ കട്ടൻ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓമനാമ്മ കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞാൻ പയ്യനെ ഹാളിലോട്ട് കൊണ്ടുവന്ന് ഇരുത്താമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഫുഡ് കൊടുക്കണം. അപ്പോൾ ഓമനാമ്മയ്ക്ക് ഇതേ ചായ ഇളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഓമനാമ്മ കട്ടൻ കുടിക്കില്ല കേട്ടോ. പിന്നെ അതേ ചപ്പാത്തിയാണ്. അപ്പോൾ ചപ്പാത്തിയും ചായയാണ് കേട്ടോ. ഓമനാമ്മയ്ക്ക് അങ്ങനെ കറി നിർബന്ധമില്ല. പഞ്ചാര ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അതും വേണ്ട, ചായയുടെ കൂടെ മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം അതും ആയി ഓമനാമ്മയ്ക്ക് കൊടുത്തു. ഓമനാമ്മ ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര സ്ലോ ആണ് ഇപ്പോൾ ആൾ കേട്ടോ. ഓമനാമ്മ ഇങ്ങനെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഇവിടെ വണ്ടിയെ കൊണ്ട് ഇറക്കുമ്പോൾ ഇവിടെ ഉള്ളവർക്കൊന്നും അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല. പിന്നെ ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന ഓമനാമ്മയുടെ തീറ്റ കണ്ടിട്ടല്ലേ, ഈ പുറകുവശം കണ്ടിട്ടാണ് ഗൈസ്. ശങ്കറിൻ്റെ സ്കൂളൊക്കെ അടച്ച് ഇന്നലെ വരെ പരീക്ഷയായിരുന്നു കേട്ടോ. അതിൻ്റെതാണ് ബുക്കും അതും ഇതൊക്കെ കിടക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ വീട്ടിലെ പുതിയ ഒരാളാണ് കേട്ടോ ഈ മീൻ. ഈ പടത്തിൽ കാണുന്ന സാധനമാണ്. സത്യം പറഞ്ഞാൽ ക്യാമറ എടുത്തിട്ടുണ്ട്, അത് അതിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ നടക്കും. പിന്നെ അതിന് തീറ്റ കൊടുത്താൽ വന്നിരിക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ തീറ്റയും കൊണ്ടിരുന്നത്. പിന്നെ ചങ്കുട്ടിക്ക് കിട്ടിയ സമ്മാനങ്ങളാണ് കേട്ടോ ഈ ഒരു വർഷം. സത്യം പറഞ്ഞാൽ ഈ ഒരു ഓൾമോസ്റ്റ് ഇത്രയും മാസങ്ങളിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായി. പിന്നെ ഓമനാമ്മയ്ക്ക് ഇതായി ചൂട് വെക്കണം. അപ്പോൾ അതിന് നമ്മൾ ഇങ്ങനെ വാട്ടർ ബാഗ് നിറച്ച് കൊടുത്തു. അപ്പോൾ അതൊക്കെ ചൂട് വെച്ച് ആൾ കുളിച്ച് സുട്ടപ്പിയായി. ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഓമനയുടെ തീർന്നിട്ടുണ്ട്. അത്യാവശ്യം രാവിലത്തെ പണിയൊക്കെ ഒതുങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ പോയി കിടന്നു കേട്ടോ. എന്നിട്ട് എണീറ്റ് വന്നപ്പോൾ നേരെ ഇച്ചിരി വെളുത്തിട്ടുണ്ടായിരുന്നു. പിള്ളേർ എണീറ്റിട്ടില്ല കേട്ടോ. പിന്നെ മോന്തയെല്ലാം പാട് വന്ന് ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഓമന വന്നപ്പോഴാണ് ഇത്രയും എളുപ്പത്തിൽ ഇത്രയും പണികൾ ക്ലോസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായത്. നമ്മുടെ വീട്ടിലെ പണിയൊക്കെ രാവിലെ ഒതുങ്ങും കേട്ടോ. പിന്നെ അടുക്കളയിലോട്ട് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. ബാക്കി എല്ലാവരും ചില്ലറ പരിപാടിയും പിള്ളേരുമായിട്ടുള്ള യുദ്ധമുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ ടാറ്റ, ബൈ.